ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ സമൂഹത്തിലെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവിധ പിന്തുണാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും സജീവമായി കടന്നു വരാനുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഭിന്നശേഷിക്കാരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. സമൂഹത്തിൽ ഭിന്നശേഷി പുനരധിവാസത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഉത്തരവാദിത്വം വഹിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഒട്ടനവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതികളുമായി മുൻപോട്ട് പോകുന്ന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പല ജില്ലകളിലായി ഇതുവരെ ഒരുപാട് സഹായ ഉപകരണങ്ങൾ ഈ വർഷം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ ശാരീരികമായ പരിമിതികളെ അതിജീവിക്കാൻ സഹായകരമായ അസിസ്റ്റീവ് ഡിവൈസസ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് ആശ്വാസം പകരുകയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ജനോപകാരപ്രദമായ മറ്റ് പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട്. മെറി ഹോം എന്ന പേരിൽ ഒരു ഭവന വായ്പ വിതരണ പദ്ധതി കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് മെറി ഹോം. അതുപോലെ ഹസ്തദാനം പരിപാടി നന്നായി ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് 18-ാം വയസ്സിൽ അത് കൈപ്പറ്റാവുന്ന വിധത്തിലുള്ള ഹസ്തദാനം പദ്ധതി ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ നല്ല ഒരു പദ്ധതിയാണ്. തൊഴിൽ ഉൽപ്പാദനപരമായ സംരംഭങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വ്യത്യസ്ത ഏജൻസികളുടെ ഏകോപിതമായ പ്രവർത്തനത്തിലൂടെ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. തടസ്സരഹിത കേരളം അഥവാ ബാരിയർ ഫ്രീ കേരള എന്ന ഒരു വലിയ പദ്ധതി ഇതിനായിട്ട് നടപ്പാക്കി വരുന്നുണ്ട്. നമ്മുടെ കെട്ടിടങ്ങൾ, പൊതു ഓഫീസുകൾ, പാർക്കുകൾ, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, തിയേറ്ററുകൾ എന്നു വേണ്ട മനുഷ്യജീവിതത്തിലെ സുപ്രധാനമായ കർമ്മങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുന്ന എല്ലാ ഇടങ്ങളും ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റി തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം. ആ ആശയത്തിലേക്ക് മെല്ലെ മെല്ലെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് നീങ്ങുകയാണ്. അതിലേക്കുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ, തടസ്സരഹിത കേരളം. തടസ്സരഹിത കേരളം എന്ന് പറയുമ്പോൾ ഇപ്രകാരം ഓഫീസുകളും കലാലയങ്ങളും ഭൗതിക സാഹചര്യങ്ങളും മാത്രം തടസ്സരഹിതമായ പോരാ, അല്ലേ? മനുഷ്യരുടെ മനോഭാവത്തിലും മാറ്റം സൃഷ്ടിക്കണം. ഭിന്നശേഷി മക്കളോടും ഭിന്നശേഷി സഹോദരങ്ങളോടുമുള്ള സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളും പ്രചാരണ പരിപാടികളുമെല്ലാം ഇത്തരുണത്തിൽ വളരെ അർത്ഥപൂർണമായ നിലയിൽ തന്നെ നാം ഏറ്റെടുക്കുന്നുണ്ട്. ഭിന്നശേഷി കമ്മീഷണർ അതിനുവേണ്ടി വിപുലങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ വ്യതിയാനം കണ്ടുപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യ, ടെക്നോളജി ഇന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുക, ഏർലി ഡിറ്റക്ഷൻ, അതുപോലെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടുക, ഏർലി ഇൻ്റർവെൻഷൻ, ഇതിന് രണ്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി കേന്ദ്രങ്ങൾ ഇന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമായിരുന്നു ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയാണ്. എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ഭിന്നശേഷി മക്കൾക്ക് നാം ഉറപ്പാക്കുകയാണ്. ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങി ഏതെല്ലാം തെറാപ്പികൾ ആവശ്യമുണ്ടോ അതൊക്കെ ഏറ്റവും കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ലഭ്യമാക്കാനാണ് സർക്കാർ പ്രയത്നിക്കുന്നത്.
നമ്മുടെ നിരവധി സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ അഭിനന്ദനീയമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്താണുള്ളത്. നമ്മുടെ നിപ്മർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്നു. ഇംഹാൻസ് ഷൊർണൂരിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നെറ്റ്വർക്ക് ഏകോപിതമായ നിലയിൽ കൊണ്ടുപോകുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് പരിശ്രമം നടത്തുകയാണ്. അസിസ്റ്റീവ് ഡിവൈസസിന് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ രൂപം കൊടുക്കുന്നതിന് അസിസ്റ്റീവ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് IIT മദ്രാസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് തന്നെ ഇത്തരം അസിസ്റ്റീവ് ഡിവൈസസുമായി ബന്ധപ്പെട്ട് ഈ കൃത്രിമ കൈകാൽ നിർമ്മാണത്തിനൊക്കെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിനെ കാലത്തിനനുസൃതമായി ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് നമുക്ക് പരിഷ്കരിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് വീൽ ചെയറുകളും മറ്റും വിതരണം ചെയ്യുന്നുണ്ട്. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വോയിസ് എൻഹാൻസ് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്യുന്ന കാഴ്ച എന്ന പദ്ധതി ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട്. ശ്രവണ പരിമിതിയുള്ള 80 പേർക്കാണ് ഇന്ന് ഇവിടെ ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്യുന്നത്. ശ്രവൺ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഏറ്റവും ആധുനികമായിട്ടുള്ള ശ്രവണ സഹായിയാണ് വിതരണം ചെയ്യുന്നത്. അത് ഒട്ടേറെ പേർക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹസ്തദാനം പദ്ധതിയിലൂടെ 40 ഭിന്നശേഷി മക്കൾക്ക് ഇന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് നൽകുന്നുണ്ട്. 20 പേർക്ക് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ. ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. ഏറ്റവും ഉടനെ തന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുടുംബശ്രീയിലെ നമ്മുടെ സമൂഹത്തിൽ കുടുംബശ്രീ എപ്രകാരമാണോ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും സ്ത്രീകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതിനുമൊക്കെ പ്രവർത്തിക്കുന്നത്, അതേ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് ശാക്തീകരിക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വരുമാനദായകമായ ഒരു തൊഴിലിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോയി സ്വയം പര്യാപ്ത ജീവിതം ഉറപ്പാക്കുന്നതിനുമൊക്കെ ഏറെ സഹായകരമാകുന്ന ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് ഉടനെ തന്നെ ക്ഷേമ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നതാണ് എന്ന വിവരം കൂടി സസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഒരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ബദൽ പദ്ധതിയായിരിക്കും. നമ്മുടെ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് വിപണി കണ്ടെത്താൻ സഹായകരമായ രീതിയിൽ വിപണന കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനും വ്യാവസായികമായി തന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്നതിനുമൊക്കെ കൂട്ടായ്മയുടെ കരുത്തുകൊണ്ട് ആ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വളരെ ഉണർവോടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വാഗതം ആശംസിച്ച കോർപ്പറേഷൻ്റെ ചെയർമാൻ ശ്രീമതി ജയ ഡാളി ഭിന്നശേഷിത്വത്തിൻ്റെ പ്രയാസങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആത്മാർത്ഥമായ ഇടപെടലാണ് കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാഴ്ചവെക്കുന്നത്. ഭിന്നശേഷി കോർപ്പറേഷൻ്റെ MD ശ്രീ മൊയ്തീൻ കുട്ടി വളരെ ശ്ലാഘനീയമായിട്ടുള്ള സേവനമാണ് മുൻകാലങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം MD ആയി വീണ്ടും ചാർജ് എടുത്തിരിക്കുകയാണ്. അതുപോലെ കോർപ്പറേഷനിലെ എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും നിങ്ങളുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഗിരീഷ് കീർത്തി, അതുപോലെ O വിജയൻ, ശ്രീ ചാരുമൂട് പുരുഷോത്തമൻ, അങ്ങനെ നമ്മുടെ എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മികച്ച നിർദ്ദേശങ്ങളുമായി ടീം വർക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. ഇനിയും വരുന്ന കാലത്ത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങളുടെ സഹായം ഉണ്ടാകണം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും വൈദഗ്ധ്യ പരിചയവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടൊക്കെ
സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നിങ്ങൾക്ക് വകുപ്പിൻ്റെ പോർട്ടലിലൂടെ സുനീതി എന്ന് പേരിട്ടിട്ടുള്ള പോർട്ടലിലൂടെ അറിയാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.